ഹലോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ടയുടെ എല്ലാ മോഡൽസിൻ്റെയും റിമോട്ട് കീ ട്രാൻസ്മിറ്റർ ബാറ്ററി എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടൊയോട്ടയുടെ എല്ലാ മോഡൽസിൻ്റെയും റിമോട്ട് കീയുടെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ചില വെഹിക്കിൾസിന് ഫീച്ചേഴ്സ് അഡീഷണൽ ആഡ് ആവും, ചില വെഹിക്കിൾസിന് കാണത്തില്ല. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഫോർച്യൂണർ റിമോട്ട് കീ ട്രാൻസ്മിറ്റർ ബാറ്ററി എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ്. ഇതിൽ നമുക്ക് ഫോർച്യൂണറിൽ ഒരു ലോക്കും അൺലോക്കും കൂടാതെ ഒരു പവർ ബാക്ക് ഡോർ ഓപ്ഷൻ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പവർ ബാക്ക് ഡോറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ മോഡൽസിൽ നമുക്ക് പവർ ബാക്ക് ഡോർ കാണാൻ പറ്റും. വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇല്ലാത്ത മോഡൽസിൽ ലോക്ക് അൺലോക്ക് ബട്ടൺ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഈ മോഡലിൽ നമുക്ക് ആദ്യം കീ റിമൂവ് ചെയ്യാം. കീ റിമൂവ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ബട്ടൺ ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്യുക. ഈ ബട്ടൺ ഈ വീഡിയോ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡിലോട്ട് പുഷ് ചെയ്തിട്ട് കീ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. കീ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം കീ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് നമുക്ക് ആ ഡിവൈസിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കീ ഇൻസേർട്ട് ചെയ്തിട്ട് അത് ഫ്ലിപ്പ് ചെയ്ത് 2 പീസായിട്ട് ആ ഡിവൈസിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഡിവൈസിനുള്ളിലുള്ള ഗ്രീൻ കളർ ചിപ്പിനെ റിമൂവ് ചെയ്തെടുക്കുക. ചിപ്പിലാണ് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്. ചിപ്പ് നമുക്ക് ആ കീ വെച്ച് തന്നെ ഫ്ലിപ്പ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ചിപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ബാറ്ററിയെ കീ വെച്ച് പതുക്കെ റിമൂവ് ചെയ്തെടുക്കുക. ബാറ്ററിയിൽ നമ്മൾ കാണുന്ന പോലെ CR2032 എന്നൊരു സീരിയൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ 3 വോൾട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സെയിം സ്പെക്കിലുള്ള ബാറ്ററി തന്നെ അതിൽ പ്ലേസ് ചെയ്യുക. അതിൻ്റെ പീസും ജോയിൻ ചെയ്യുമ്പോൾ ആ ഡിവൈസ് ക്ലോസ് ആകുന്നു. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോളിൽ നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യുന്നു. നമ്മൾ ലോക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ആവുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതേപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്